ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നും അതോടൊപ്പം തന്നെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സുകളാണോ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ തേർഡ് പാർട്ടിയോട് എന്താണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്നും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് തേർഡ് പാർട്ടിയോട് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് തന്നെയാണോ അവർ തേർഡ് പാർട്ടിയോട് പറയുന്നത്? എന്താണ് തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നമുക്കിവിടെ ഫസ്റ്റ് ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 7 ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദ മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പേജ് ഓഫ് സോർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് കാർഡ്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സ്, 8 ഓഫ് സോർഡ്സ്, ദ ഫൂൾ കാർഡ്, വീൽ ഓഫ് ഫോർച്യൂൺ, 9 ഓഫ് വാൻഡ്സ്, 3 ഓഫ് വാൻഡ്സ്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏസ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്നും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് അഭിപ്രായമാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സുകൾ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് ടവർ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ 8 ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതുപോലെ 8 ഓഫ് സോൾസ്. ഈ 3 കാർഡുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ബന്ധം, ഈ റിലേഷൻഷിപ്പ് അവരുടെ ജീവിതത്തിൽ വലിയൊരു ഇമോഷണൽ ഷോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. ഇപ്പോൾ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയുള്ള തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫാമിലി വരാം, സിറ്റുവേഷൻസ് വരാം, ആരുമാകാം. അപ്പോൾ അവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില സമയങ്ങളിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടാകാം. എങ്ങനെയാണെങ്കിലും ഒരു ഷോക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതലും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് പോലെയുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് വരുന്നില്ല. അവര് നിങ്ങളിൽ നിന്ന് ഇമോഷണലി അകന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ അത് അവരുടെ മനസ്സിന്റെ ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അപ്പൊ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതിൽ ആ ഒരു ഫീലിങ്സിൽ അവർ ട്രാപ്പായി പോയി എന്ന് അവർക്ക് തോന്നുകയാണ്. അതായത് ചില ആളുകളുണ്ട്, നമുക്ക് അറ്റാച്ച്ഡ് ആകാനായിട്ട്, വളരെയധികം അറ്റാച്ച്ഡ് ആകാനായിട്ട് പേടിക്കുന്ന ആളുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാളുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആകുന്ന സമയത്ത് നമുക്ക് തോന്നും കുറച്ച് കഴിയുമ്പോൾ ഇവരെന്നെ ഇട്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ ഹേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, അതുകൊണ്ട് ഇത്രയും അങ്ങോട്ട് ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആകണ്ട എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ആളുകളുമായിട്ട് അടുത്തിടപഴകാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ മിങ്കിൾ ആകാനായിട്ട്, സ്നേഹിക്കാനായിട്ട്, കൂടുതൽ അറ്റാച്ച്മെന്റിലേക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. ഇഷ്ടപ്പെടാത്ത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസിൽ നിന്നാകാം ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിഹേവിയറിലേക്ക് അവർ മാറുന്നത്. അല്ലെങ്കിൽ പാസ്റ്റിൽ വരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ
ഏതെങ്കിലും ഒരു വ്യക്തി അവരെ ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്ക് പറ്റിച്ചിട്ട് പോകുന്ന അവസ്ഥയിലൊക്കെ നിന്നിട്ട് അത് ഫേസ് ചെയ്ത് വീണ്ടും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഒരിക്കലും അവർക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് എല്ലാം വിശ്വസിക്കാനും എല്ലാം അംഗീകരിക്കാനും കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് അവർ പേടിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ട്രാപ്പായി പോയി ശരിക്കും പറഞ്ഞാൽ ഇവര് ഒത്തിരി അങ്ങ് അറ്റാച്ച്ഡ് ആയിട്ടില്ലെങ്കിൽ കൂടി ഇവർ ചിന്തിക്കുന്ന ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ട്രാപ്പായി പോയി, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആകണം എന്ന രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് കപ്സ് ഉണ്ട് നമുക്കിവിടെ, മാസ്റ്റർ കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. പിന്നെ മജീഷ്യൻ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാർഡുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത്. അവർക്ക് നിങ്ങളോട് ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹമുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നും അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പോയ ഒരു പേഴ്സൺ അല്ല, അല്ലെങ്കിൽ ഒഴിവാക്കി ഒരു സെപ്പറേഷനിലേക്ക് വിട്ടതല്ല, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയൊരു വ്യക്തിയല്ല. അവരെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് അവരെ തന്നെ ഒന്ന് ഡിറ്റാച്ച്ഡ് ആക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയം, കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഈ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, എത്രയധികം ഫീലിങ്സ് ഉണ്ട് എന്നൊക്കെ, ഇതൊക്കെയാണ് അവരുടെ ഒരു യഥാർത്ഥ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പക്ഷെ അത് പുറത്തേക്ക് തുറന്നു കാണിക്കാനായിട്ട് ഈ ഒരു സമയത്ത് അവര് തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ട്രൂ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിലും അവരത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് ആണ് നമുക്കിവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ദ ഹൈ പ്രിസ്റ്റസ് കാർഡ് ഉണ്ട്, അതുപോലെ നമുക്ക് 7 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാർഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഫീലിങ്സുകൾ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരത് മറച്ചു പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡിഫെൻസീവ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡിഫെൻസീവ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനെ തടുത്ത് നിർത്താനായിട്ട് സ്വയം നമ്മളെ തന്നെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥ. അത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഒത്തിരി മാച്ചാണ്. കാരണം അവർ തന്നെ സങ്കല്പിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും, അപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു സെയിം പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇവിടെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അത് തടുക്കാനുള്ള പാകത്തിന് നിൽക്കണം എന്ന് അവരവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ടാണ് അവർ ഫീലിങ്സ് എല്ലാം ഒന്ന് ഒളിച്ചു വെച്ച് ഇങ്ങനെ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നതിന് കാരണം. അവര് ഒത്തിരി നിങ്ങളിലേക്ക് അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പിലൊക്കെ അവർ ഒത്തിരി അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹത്തിലേക്കൊക്കെ റിലേഷൻഷിപ്പ് കൊണ്ടുപോയിട്ടുണ്ടാകാം. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഡീപ്പായിട്ടുള്ള സ്നേഹത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വൾണറബിൾ ആകും ആ ഒരു പേഴ്സന്റെ അടുത്ത്. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു പേഴ്സൺ നമ്മളെ അങ്ങ് ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഒരു ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് വിഷമമായിരിക്കും. അപ്പൊ അത് ഫേസ് ചെയ്ത ഈ ഒരു വ്യക്തി ഒരു ഡിഫെൻസീവായിട്ട് ഒന്ന് ജസ്റ്റ് മാറി നിൽക്കുന്നു. എല്ലാ ഫീലിങ്സും ഒന്നും കാണിക്കത്തില്ല, കുറച്ച് ഫീലിങ്സുകൾ മാത്രമാണ് ആ ഒരു പേഴ്സന്റെ അടുത്ത് കാണിക്കത്തുള്ളൂ. ഒത്തിരി ഡീപ്പായിട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങാതെ അവരിങ്ങനെ മാറി നിൽക്കുന്നു, അല്ലെ പേടിച്ച് മാറി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്, ശരിക്കും ഒരു സൈലന്റ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷെ അത് അവരറിയണ്ട. ഞാൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് എനിക്ക് ഇത്രയോ സ്നേഹം ഉണ്ടെന്നൊന്നും അവരറിയണ്ട, കുറച്ചുണ്ട് എന്ന് അവർ മനസ്സിലായിക്കോട്ടെ. പക്ഷെ അതിന്റെ ഇരട്ടി സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ സൈലന്റ് ആയിട്ട് ഞാൻ ഇവിടെ സ്നേഹിച്ചോളാം എന്ന രീതിയിൽ മാറി നിൽക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, പിന്നെ നമുക്ക് 9 ഓഫ് വാൻഡ്സിന്റെ കാർഡ് വന്നിട്ടുണ്ട്. അവർ ഇമോഷണലി വളരെയധികം ടയേർഡ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അത് പാസ്റ്റിലെ ആ ഒരു അനുഭവങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, പാസ്റ്റിലെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള ട്രോമാസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ കൊണ്ടായിരിക്കാം അവര് വളരെ ഇമോഷണലി ടയേർഡ് ആയിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇമോഷണലി ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അതൊക്കെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ട്രോമാസിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നിട്ടുള്ള പേഴ്സൺ. അതുകൊണ്ട് തന്നെ വളരെയധികം ടയേർഡാണ് അവർക്ക് ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടാകാം. അവർ വളരെ ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ഫീലിങ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ കുറച്ച് ഒരു പേടി കൂടി അവർക്കുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് തേർഡ് പാർട്ടിയോട് അവരെന്താണ് നിങ്ങളെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പേജ് ഓഫ് സോഴ്സ് ഉണ്ട്, ജസ്റ്റിസ് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ രണ്ട് കാർഡുകളാണ് നമുക്ക്, പേജ് ഓഫ് സോഴ്സ്, ജസ്റ്റിസ് കാർഡ്. ഈ രണ്ട് കാർഡുകൾ നോക്കുമ്പോൾ അവര് നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഒരു സൂക്ഷിച്ചാണ് ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവര് ഫാമിലി മെമ്പേഴ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി കൂടിയാകാം ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശരിക്കും അവിടെ ഒരു തേർഡ് പാർട്ടി ഒരു പേഴ്സൺ ഉണ്ടാകാം. എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ബെസ്റ്റ് പോലും ആകാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പൊ ആരാണെങ്കിലും ആ ഒരു പേഴ്സണോട് നിങ്ങളെ കുറിച്ച് സംസാരിക്കുമോ, അല്ലെങ്കിൽ അവരുടെ അമ്മയാകാം, അച്ഛനാകാം, ആരും ആകാട്ടോ. അപ്പൊ നിങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സണോട് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് എന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പറയുന്നതിന് മുന്നേ ഒരു റിഹേഴ്സൽ ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുകയുള്ളൂ. സത്യം, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെയും സത്യം മുഴുവനായിട്ട് അവർ പറയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഒക്കെ പറയുവാണെങ്കിൽ അതിനകത്ത് എല്ലാ സത്യങ്ങളും അവർ പറയുന്നില്ല. പക്ഷെ നിങ്ങളെ കുറിച്ച് തെറ്റായിട്ടും ഒന്നും അവർ പറയുന്നില്ല. അതായത് ചിലർ സംസാരിക്കുമ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കല്ല, അങ്ങനെ തെറ്റായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവർക്ക്, അങ്ങനെ ഒരു രീതിയിൽ ഒരിക്കലും സംസാരിക്കുക. നിങ്ങളുടെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതും അവർ പറയുന്നതും എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവന് അല്ലെങ്കിൽ അവള് നല്ലൊരു ആളാണ്, പക്ഷെ കുറച്ച് സിറ്റുവേഷൻ കോംപ്ലിക്കേഷൻസ് ആണ് അവർ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഫുൾ കാർഡ്, അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ, പിന്നെ 3 ഓഫ് വാൻഡ്സ്. ഈ ഒരു കാർഡുകൾ എടുക്കുമ്പോൾ അവര് ഈ ഒരു ബന്ധത്തെ ഒരു ശരിക്കും ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നു, അൺപ്രെഡിക്റ്റബിൾ ആയിട്ടാണ് കാണുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താകും എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ക്ലാരിറ്റിയും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വന്നു, അപ്പൊ നമുക്കറിയാം ഫ്യൂച്ചറിൽ ഇന്ന പ്രശ്നങ്ങൾ വരും, അപ്പൊ നമ്മൾ ഇത് ഇന്ന രീതിയിലൊക്കെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇന്ന രീതിയിൽ കൊണ്ടുപോയി ഇത് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് എന്ന് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. പക്ഷെ ചിലവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു യാതൊരു വിധത്തിലുള്ള ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്താൽ പോലും അത് മുന്നോട്ട് പോകാത്തൊരവസ്ഥയാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂച്ചർ എന്താകുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റിയും അവർക്കില്ല. അപ്പൊ അവർ കാത്തിരിക്കുകയാണ് ഫ്യൂച്ചറിൽ എന്താണ് വരുന്നതെന്ന് നോക്കാം, അതിനനുസരിച്ചിട്ട് ആ തീരുമാനങ്ങൾ മാറ്റാം, അല്ലെങ്കിൽ അവരുടെ മനോഭാവം മാറ്റാം. ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവരും ഈ ഒരു ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ട് പോകും എന്നതിനെ കുറിച്ച് നോക്കി അവരിങ്ങനെ കാത്തിരിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഓവറോൾ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയിൽ കാണാൻ പറ്റുന്നത്. യഥാർത്ഥ ഫീലിങ്സ് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർ മെന്റലി സ്റ്റക്കാണ് എന്ന് നമുക്കിവിടെ 8 ഓഫ് സോർഡ്സിന്റെ എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവര് ഒരു ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നു. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ ഏറ്റവും വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ സമയവും അതുപോലെ തന്നെ വിധിയും, ഇത് രണ്ടുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ശരിക്കും ഈ ഡിസിഷൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് മെയിൻ റോള് പ്ലേ ചെയ്യുന്ന ആൾക്കാർ ഈ രണ്ട് കാര്യങ്ങളാണ്. ടൈമും അതുപോലെ തന്നെ വിധിയും. സമയം പോകുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വിധി, ഒരു ഫെയ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അത് തന്നെ മറിഞ്ഞ് തിരിഞ്ഞു വന്ന് അത് ഓക്കെ ആവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ശരിക്കും പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അവര് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാനിവിടെ എടുത്ത് പറയണം. പക്ഷെ ഇപ്പോൾ അവർ ഇമോഷണലി ഒട്ടും റെഡിയല്ല ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അവരൊട്ടും റെഡിയല്ല എന്നാണ് കാണുന്നത്. കാരണം അവർക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്, പേടിയുണ്ട്, പാസ്റ്റിലെ ഇഷ്യൂസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അവര് ഇപ്പോൾ നിങ്ങളിലേക്ക് ഇമോഷണലി റെഡി ആയിട്ട് വരാത്തതിന് കാരണമായിട്ട് കാണുന്നത്. എങ്കിലും അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ അധികം ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യങ്ങളും ഇവിടെ മാറാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടക്കും. നമ്മൾ ഓവർ തിങ്കിങ് ചെയ്താലും അത് നടക്കും, ചെയ്തില്ലെങ്കിലും അത് നടക്കും. അപ്പോൾ ആ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക, അവർക്കൊരു സമയം കൊടുക്കുക, അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് നിങ്ങളൊരു സ്പേസ് കൊടുക്കുക. ഒത്തിരി പ്രഷർ ചെയ്ത് അവരെ ഒരു സ്ട്രഗിൾ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കിട്ടട്ടെ. അപ്പോൾ അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആയ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോകരുത്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹിഡൻ ലവ് ആണ്, അതായത് മറച്ചു വെച്ചിരിക്കുന്ന സ്നേഹം എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലത്തെ ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ ഹിഡൻ ലവ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ ഈ ഒരു ഹിഡൻ ലവിന് ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ റിലേഷൻഷിപ്പിന്.
അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇവർക്ക് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു സ്നേഹം പുറത്തേക്ക് ഇവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. തേർഡ് പാർട്ടിയോട് നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ വളരെ ഒരു നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഒത്തിരി അങ്ങ് ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് പെരിഫറൽ ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ആ ഒരു കാര്യങ്ങൾ പറയുന്ന വേർഡ്സുകൾ വരെ വളരെ സൂക്ഷിച്ചാണ് അവർ സംസാരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഒരു വേറെ രീതികളിൽ ഒന്നും പോകാതെ, അല്ലെങ്കിൽ ഒരു തെറ്റായ രീതികളിൽ ഒന്നും തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. കുറച്ച് സോൾ മെസ്സേജസും കൂടി എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യു ഡോണ്ട് നീഡ് ടു ബി അഫ്രൈഡ്. ഐ ആം ഓൾവേസ് ഹിയർ മൈ ഡിയർ. ഐ ലവ് യു സോ മച്ച്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട, അല്ലെങ്കിൽ പേടിച്ച് നിൽക്കണ്ട, അല്ലെങ്കിൽ വിട്ടിട്ട് പോയോ എന്നോർത്ത് സംശയിക്കണ്ട. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ആ ഒരു പേഴ്സൺ പറയുന്നത്. ഐ ലവ് യു സോ മച്ച്. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത്. ബേബി, ഐ ആം അഡിക്റ്റഡ് ടു യു. ഓക്കെ, അവർ ഭയങ്കര അഡിക്റ്റഡ് ആണ്. അവർ കുറച്ച് ഒന്ന് ഡിറ്റാച്ച്ഡ് ആകാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ടയർഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. ഓക്കെ, ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. വീണ്ടും വീണ്ടും അവർ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു, കാരണം നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഒരു സമയവും എനിക്ക് ഒരു ടയേർഡായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. വളരെ ഒരു ലൈവായിട്ട് നിൽക്കുന്ന പോലെ തന്നെ, അല്ലെ പോസിറ്റീവായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. യു ആർ മൈ ടിൻ ഫ്ലെയിം. ഓക്കെ, നിങ്ങൾ എൻ്റെ ഒരു ടിൻ ഫ്ലെയിം ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഈ പേഴ്സൺ പറയുകയാണ്. യു സ്റ്റോൾ മൈ ഹാർട്ട് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ബാക്ക് എവർ. ഓക്കെ, നിങ്ങൾ ആ ഒരു പേഴ്സന്റെ ഹൃദയം കട്ടെടുത്തു എന്നാണ് പറയുന്നത്. അത് എനിക്ക് തിരിച്ചു വേണ്ട എന്നുള്ളതാണ്. അതായത് ആ ഒരു ഹൃദയം നിങ്ങളോടൊപ്പം ഇരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഐ വാണ്ട് ടു സ്പെൻഡ് ഓൾ മൈ സെക്കൻഡ് മിനിറ്റ്സ് ആൻഡ് അവേഴ്സ് വിത്ത് യു. ഓക്കെ, എൻ്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡ്സും, ഓരോ മിനിറ്റ്സും, ഓരോ മണിക്കൂറുകളും നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഐ എം സോറി മൈ ഡിയർ, ഐ നീഡ് ടു ടോക്ക്. ഓക്കെ, ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണമുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നാണ്. അവർക്ക് തുറന്ന് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കോളോ ഒരു മെസ്സേജ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഐ ഫീൽ ലൈക്ക് എവറിത്തിങ്സ് ഗോയിങ് ടേൺ ഔട്ട് ഓക്കെ. ഓക്കെ, അപ്പോൾ അതാണ് അവർക്ക് മനസ്സിനുള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും, എല്ലാ കാര്യങ്ങളും തിരിഞ്ഞു മറിഞ്ഞു. അത് തന്നെയാണ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണും പറഞ്ഞു തരുന്നത്. ആ ഒരു സമയം വരുമ്പോൾ എല്ലാം തനിയെ ഓക്കെ ആകും എന്നുള്ളതാണ്. അത് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്ന ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. അതുപോലെ ടാറ്റു ആർട്ടൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2004 മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 49 ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. 1992 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ്, യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. 1992 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ ഒ, 1987 പാലക്കാട് ജില്ല. ഡിസംബർ മന്ത്. ലെറ്റർ സി, വൈറ്റ് ബട്ടർഫ്ലൈസ്. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 7 days. ഓക്കെ, ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആളുകൾ ഉണ്ടാകാം. കോട്ടയം ജില്ല. 1981 മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാകാം. കെയറിങ്, നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 25 കിട്ടുന്നുണ്ട്. ലെറ്റർ എൻ, ലെറ്റർ എം,
48 അവേഴ്സിനുള്ളിൽ ഒരു കോളോ മെസ്സേജ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. 1975 റീഡിങ്. ഓക്കെ, ലെറ്റർ വി. ഒക്ടോബർ മന്ത് ലോയർ, ഹോണസ്റ്റ്, സിംഗിങ്. കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്, കൊല്ലം ജില്ല. ഓക്കെ, ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എബ്രോഡ്, ലോങ് ഡിസ്റ്റൻസ് ഓൾറെഡി നമുക്ക് കിട്ടിയായിരുന്നു. എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ടുഡേ എന്ന് പറയുന്ന പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. വയനാട് ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 1 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ആ ഒരു ഹൈപ്പ് കൂടി ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.